എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6ാം ക്ലാസ് കേരള പാഠാവലി, അതായത് മലയാളം ഫസ്റ്റിലെ ഈ വർഷത്തെ ഓണപരീക്ഷ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. പ്രവർത്തനം 1 വായിക്കാൻ കണ്ടെത്താമെന്നതാണ്. ഇവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് കുഴലൂതിയിടുന്നത്? ഉത്തരം കൃഷ്ണൻ. രണ്ടാമത്തെ ചോദ്യം, ഗാനം കേട്ട് ഉറക്കമില്ലാതാകുന്നത് ആർക്കാണ്? ഉത്തരം ഭൂമിക്ക്. അടുത്തതായി, കരിങ്കുഴലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം കറുത്ത മൂടിക്കെട്ട്. അടുത്തതായി, മാറ്റൊലി കൊണ്ടിടുന്ന ഗാനത്തെ ഓരോ വീട്ടിലും എത്തിക്കുന്നത് ആര്? ഉത്തരം കാറ്റ്. വേണുഗാനം കേൾക്കുന്ന യമുനയുടെ അവസ്ഥ എന്തായിരുന്നു? ഒഴുക്ക് നിലയ്ക്കുന്നു. അടുത്തതായി പ്രവർത്തനം 2 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആശയവും അതോടൊപ്പം തന്നെ പ്രയോഗഭംഗി, പദച്ചേർച്ച, അനുയോജ്യമായ ഭാഷാ ശൈലി എന്നിവ ഉപയോഗിച്ച് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ബി ആൻസർ. ജീവനുള്ള പാട്ട് എന്ന കവിത എഴുതിയതാര് എന്നാണ് ചോദ്യം. ഉത്തരം ജി കുമാരപിള്ള. അടുത്തതായി, ലക്ഷ്മി എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, കൂടാതെ കഥാപാത്രത്തിൻ്റെ രചനയിലെ സ്ഥാനം, മറ്റ് കഥാപാത്രങ്ങളുമോടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നല്ലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. അടുത്തതായി, വഴിയാത്രക്കാർ എന്ന അർത്ഥം വരുന്ന പദം കണ്ടെത്താനാണ്. ഉത്തരം പാന്തർ. അടുത്തതായി, വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഈ കവിത വായിച്ചതിൻ്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. വിശകലനക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. സ്വന്തം നിരീക്ഷണങ്ങളും ഉദാഹരണങ്ങളും കൂട്ടിച്ചേർത്താണ് ഉത്തരം എഴുതേണ്ടത്. ബി ആൻസർ. ലെസ്ലി പിന്നീട് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം കോഴിക്കോട് അബ്ദുൽ ഖാദർ. അടുത്തതായി പ്രവർത്തനം 5 നോട്ടീസ് തയ്യാറാക്കുകയാണ് വേണ്ടത്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ പ്രശ്നം അല്ലെങ്കിൽ ആശയം വായനക്കാരിൽ എത്തിക്കാൻ ആവശ്യമായ വിവരങ്ങൾ നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നോട്ടീസിൻ്റെ ഘടന പാലിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അടുത്തതായി പ്രവർത്തനം 6 അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഭൂമി മാറുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങൾ നന്നായി വിശകലനം ചെയ്ത അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.